നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു 4 മണി പലഹാരമാണ് മുട്ട ഉള്ളി വട. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതേപോലെ 4ആയിട്ട് കീറിയെടുക്കണം. 2 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത്. അപ്പോൾ കടലമാവ് ആവശ്യത്തിന്. ഇപ്പോൾ ഈ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത മല്ലിയില ആവശ്യത്തിന്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. ഒരു 6 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തത്. ഒരു 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത്. ഉപ്പ് പാകത്തിന്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പം നമുക്ക് ഇതിനാവശ്യമായ ഉള്ളി, കടലമാവ്, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം കൂടെ ഇതിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണയും വെള്ളവും കൂടി ഒഴിച്ച് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളുടെ മുട്ട ഉള്ളിവട ഏകദേശം ഒന്ന് ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ചെയ്ത് നിന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കാണാം. അതേപോലെ തന്നെ ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ
അപ്പോൾ ഇത് അതായത് നല്ല വെളിച്ചെണ്ണയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു 4 മണി പലഹാരമായ മുട്ട ഉള്ളിവട റെഡിയാണ്. ഇന്നുണ്ടാക്കിയ മുട്ട ഉള്ളിവട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ വിലയേറിയ അഭിപ്രായം എൻ്റെ കമൻറ്റ്സ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. തുടർന്ന് അടുത്ത ആഴ്ച പുതിയൊരു വിഭവമായി എത്തും വരേക്കും ഗുഡ് ബൈ.